റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഈ മാസത്തോടെ ഇംഗ്ലണ്ടിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകളിൽ അനുവദിച്ചിട്ടുള്ള സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ യുകെയിൽ വീട് വിൽപ്പന റെക്കോർഡിലേക്ക്. വിപണിയിലെ മത്സരം മൂലം വിലവർദ്ധനവുകൾ ഒഴിവാക്കാൻ വിൽപ്പനക്കാർ നിർബന്ധമാകുന്നതാണ് ഒരു ദശകത്തിനിടെ കാണാത്ത തോതിൽ വാങ്ങാനുള്ള വീടുകളുടെ എണ്ണം ഉയർത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മാസം യുകെ വിപണിയിലെത്തിയ വീടുകളുടെ വിലയിൽ 1.1% വർധനവാണ് രേഖപ്പെടുത്തിയത്. അതായത് ശരാശരി 3867 പൗണ്ട് വർദ്ധിച്ച് 3,71,870 പൗണ്ടാണ് ശരാശരി വില. മാർച്ച് മാസങ്ങളിൽ പതിവായി ഉയരുന്ന ശരാശരി വിലയ്ക്ക് അനുസൃതമാണ് ഇക്കുറിയിലെ വർധനവെന്ന് പ്രോപ്പർട്ടി വെബ്സൈറ്റായിട്ടുള്ള റൈറ്റ് മൂവും അഭിപ്രായപ്പെടുന്നു. അതേസമയം വില പെരുപ്പിച്ചു നിർത്തുന്ന പതിവ് ഒഴിവാക്കി യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ വിലയിടാൻ മിക്ക പുതിയ വിൽപ്പനക്കാരും തയ്യാറാകുന്നുണ്ട് എന്നും റൈറ്റ് മൂവ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ മാസം അവസാനിക്കുന്നതോടെ ഭവനങ്ങൾ വാങ്ങുമ്പോൾ നൽകിയിരുന്ന ടാക്സ് ബ്രേക്കുകളും അപ്രത്യക്ഷമാകും. ഇത് നേടിയെടുക്കാൻ മാർച്ചിൽ വിപണിയിൽ നല്ല രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 2022 സെപ്റ്റംബറിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി പരിധി താൽക്കാലികമായി ഉയർത്തിയത്. അടുത്ത മാസം ഇത് സാധാരണ നിലയിലേക്ക് മടങ്ങും. ഇതോടെ ചിലർക്ക് കൂടുതൽ നികുതി നൽകേണ്ടതായും വരുമെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. NHS-നെ പരിഷ്കരിക്കാനുള്ള ലേബർ ഗവൺമെന്റ് പദ്ധതിയിൽ അപകടാവസ്ഥയിലാകുന്നത് പ്രതീക്ഷിച്ചതിലേറെ തൊഴിലുകൾ. NHS ഇംഗ്ലണ്ടിനെ നിർത്തലാക്കുമ്പോൾ 10,000 ജോലിക്കാർ പിരിച്ചുവിടൽ നേരിടുമെന്നായിരുന്നു മുൻപ് വന്ന കണക്കുകൾ. എന്നാൽ യഥാർത്ഥ തോത് ഇതിലേറെയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരവൃന്ദത്തെ ഒഴിവാക്കാനുള്ള ഗവൺമെന്റ് നടപടിയുടെ യഥാർത്ഥ തൊഴിൽ നഷ്ടം 20,000 മുതൽ 30,000 വരെ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിലെ NHS-ന്റെ 42 ഇന്റഗ്രേറ്റഡ് കെയർ ബോർഡുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജോലിക്കാരും ഇതിൽപ്പെടും. പ്രാദേശിക ഹെൽത്ത് സർവീസ് സംഘങ്ങളായ ICB-കളിൽ 27,000 പേരാണ് ജോലി ചെയ്യുന്നത്. ICB-കൾ അവരുടെ ചെലവുകൾ വർഷത്തിന്റെ അവസാനത്തോടെ 50% കുറയ്ക്കണമെന്നാണ് NHS ഇംഗ്ലണ്ടിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവായി അടുത്ത മാസം സ്ഥാനമേൽക്കുന്ന ജിം മാക്യുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കാൻ ജീവനക്കാരിൽ പകുതി പേരെയെങ്കിലും ICB-കൾക്ക് ഒഴിവാക്കേണ്ടി വരുമെന്ന് മുതിർന്ന NHS ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ഇതിനു പുറമെ ഇംഗ്ലണ്ടിൽ ചികിത്സകൾ നൽകുന്ന 220 NHS ട്രസ്റ്റുകളോട് HR, ഫിനാൻസ്, കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിൽ കുറച്ച് ആളുകളെ നിയോഗിക്കാനും ആവശ്യപ്പെടുന്നു. അതേസമയം NHS ഇംഗ്ലണ്ടിലെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ മുൻ ടോറി മന്ത്രി റോബർട്ട് ജെന്റിക്കും പിന്തുണച്ചു. ഇത് തങ്ങൾ ചെയ്യേണ്ടതായിരുന്നുവെന്ന് ജെന്റിക് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഒരു വ്യാഴവട്ടം മുൻപ് യുകെയിലെത്തിയ ഇന്ത്യൻ വംശജയായ ചരിത്ര ഗവേഷകയോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. ഓക്സ്ഫോർഡിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഡോക്ടർ മണികർണിക ദത്തയാണ് കടുത്ത നടപടി നേരിട്ടിരിക്കുന്നത്. നിലവിൽ ഡബ്ലിനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മണികർണിക ദത്ത 12 വർഷം മുമ്പാണ് യുകെയിലെത്തിയത്. എന്നാൽ അവരുടെ ഭർത്താവും ഗ്ലാസ്ഗോ സർവകലാശാലയിലെ സീനിയർ ലെക്ചററുമായ ഭർത്താവ് ഡോക്ടർ സൗവിക് നഹയ്ക്ക് വിസ അനുവദിക്കുകയും ചെയ്തു. നിലവിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഡോക്ടർ മണികർണിക ദത്ത തന്റെ പഠനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ തങ്ങിയത്. ഇന്ത്യയിലെ വിവിധ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ് അവർ ഗവേഷണം നടത്തുന്നത്. എന്നാൽ അനുവദനീയമായ പരിധിക്കപ്പുറം അവർ യുകെയിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് ഹോം ഓഫീസ് വിസ നിരസിച്ചുകൊണ്ട് അറിയിച്ചത്. അനിശ്ചിതകാല അവധിക്കുള്ള അപേക്ഷയിൽ 10 വർഷ കാലയളവിൽ 548 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് നിന്ന് വിട്ടുനിൽക്കരുതെന്ന ചട്ടം അവർ ലംഘിച്ചതായി ഹോം ഓഫീസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ അവർ 691 ദിവസം യുകെയിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇത് തന്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഡോക്ടർ മണികർണിക ദത്ത ചൂണ്ടിക്കാട്ടി. വികലാംഗരായവർ ഉൾപ്പെടെയുള്ളവരുടെ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. ഇതിനെ തുടർന്ന് ഏകദേശം 6 ലക്ഷത്തിലധികം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുടങ്ങും. പ്രതിമാസം ശരാശരി 675 പൗണ്ടാണ് ഇവർക്ക് സർക്കാർ ധനസഹായമായി ലഭിച്ചുകൊണ്ടിരുന്നത്. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റുകൾ മരവിപ്പിക്കാനുള്ള പദ്ധതികളിൽ നിന്ന് മന്ത്രിമാർ പിന്മാറിയിരുന്നു. എന്നാൽ ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ കർശനമാക്കാനാണ് സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആനുകൂല്യം ലഭിക്കാനുള്ള യോഗ്യതാ പരിധി ഉയർത്തുന്നതിലൂടെ ഏകദേശം 6,20,000 ആളുകൾക്ക് പ്രതിമാസം ശരാശരി 675 പൗണ്ട് നഷ്ടപ്പെടുമെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷൻ തിങ്ക് ടാങ്ക് മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ വെട്ടിക്കുറയ്ക്കൽ നടത്തുന്ന 70% കേസുകളും ദരിദ്രമായ കുടുംബങ്ങളുടേതായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വെട്ടിക്കുറയ്ക്കൽ നടപടി വികലാംഗരുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നവരെയും ലേബർ പാർട്ടി എംപിമാരെയും കാര്യമായി ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. സോഷ്യൽ കെയറിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ബ്രെക്സിറ്റിന് ശേഷം നിലവിൽ വന്ന വിസ പദ്ധതിയുടെ രൂപകൽപ്പന വളരെ മോശമായിരുന്നു എന്നും അത് ഭയാനകമായി കുടിയേറ്റ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെ വഴിവെച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2022 ഫെബ്രുവരിയിലാണ് കൺസർവേറ്റീവ് സർക്കാർ കെയർ വർക്കർ വിസ റൂട്ട് അവതരിപ്പിച്ചത്. ഈ വിസ നയത്തിനെക്കുറിച്ചാണ് വ്യാപകമായ പരാതികൾ ഉയർന്നുവരുന്നത്. ഇത്തരം വിസകൾ ശരിക്കും ചൂഷണത്തിന് കാരണമായതായി കമ്മീഷണർ എലനോർ ലിയോൺസ് പറഞ്ഞു. കെയർ വർക്കർ വിസകൾ ചൂഷണത്തിന് ഉപയോഗിച്ചതായി നേരത്തെ വ്യാപകമായ പരാതി ഉയർന്നുവന്നിരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലക്ഷങ്ങളാണ് കെയർ വിസയ്ക്കായി ഏജന്റുമാർ തട്ടിയെടുത്തത്. കെയർ വിസയിൽ യുകെയിലെത്തിയ പലർക്കും വാഗ്ദാനം ചെയ്ത രീതിയിൽ ജോലി ലഭിക്കാതിരുന്നത് യുകെയിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്തയുമാക്കിയിരുന്നു. വഞ്ചന, ദുരുപയോഗം, ചൂഷണം എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കാരണം കുടിയേറ്റ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള 470-ലധികം കെയർ കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായി ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇനി
നാട്ടിലെ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ഇത് സംബന്ധിച്ച സൂചന മുഖ്യമന്ത്രി തന്നെ ഓഫീസ് സ്റ്റാഫിന്റെ യോഗത്തിൽ നൽകിയതായി അറിയുന്നു. PRDയുമായി ബന്ധപ്പെട്ട പരസ്യക്കരാറുകൾ മകന്റെ സ്ഥാപനത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് മനോജിന് നേരെ ആരോപണം ഉയർന്നിരുന്നു. PRD ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം സ്ഥിരീകരിച്ചു. CPM മുഖപത്രമായ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്നാണ് മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വന്നത്. തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കി തിരികെ ദേശാഭിമാനിയിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് മനോജ് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. പാർട്ടി ഇത് അംഗീകരിച്ചതായാണ് സൂചന. കുടലിലെ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന സൂപ്പർ താരം മമ്മൂട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രി. 2 ആഴ്ചയായി മമ്മൂട്ടി ചികിത്സയിലാണ്. രോഗനിർണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ നടന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് നടക്കുന്നത്. അതിനുശേഷം താരം വീട്ടിലേക്ക് മടങ്ങും. താമസിയാതെ അഭിനയത്തിലും സജീവമാകും. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ചികിത്സാ കാര്യങ്ങൾ തുടക്കം മുതൽ സംസ്ഥാന സർക്കാരും അന്വേഷിച്ചു വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിവരങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് സൂപ്പർ താരത്തിന്റെ ചികിത്സയ്ക്ക് മേൽനോട്ടം നൽകുന്നത്. വിദേശത്ത് പോയുള്ള ചികിത്സയുടെ ആവശ്യം ഈ ഘട്ടത്തിലില്ല എന്നാണ് വിലയിരുത്തൽ. ദുൽഖർ സൽമാൻ ഷൂട്ടിംഗ് നിർത്തി പിതാവിന്റെ ചികിത്സയ്ക്ക് പോയെന്ന സോഷ്യൽ മീഡിയ ചർച്ചയോടെയാണ് മമ്മൂട്ടിയുടെ അസുഖ വിവരം സോഷ്യൽ മീഡിയയിൽ പലവിധ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. നിലവിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെ പ്രവചിച്ചിരിക്കുകയാണ് സൂപ്പർ കമ്പ്യൂട്ടർ. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം ക്വാർട്ടറിൽ നിൽക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, ഇന്റർ മിലാൻ, ബയേൺ മ്യൂണിക്, ബൊറൂസി ഡോട്ട്മുണ്ട്, PSG, ആഴ്സണൽ, ആസ്റ്റൺ വില്ല തുടങ്ങിയവരാണ് ക്വാർട്ടറിൽ കോമ്പുകോർക്കുന്നത്. ഏപ്രിൽ 9-നും 10-നുമാണ് ക്വാർട്ടർ മത്സരങ്ങൾ നടക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ടീം എന്ന് വിശേഷിപ്പിക്കുന്ന കാർലോ ആൻചലോട്ടിയുടെ റയലിന് ആസ്റ്റണിലാണ് ക്വാർട്ടറിൽ എതിരാളികൾ. ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ബൊറൂസിയെ ഡോട്ട്മുണ്ടിനെ നേരിടുമ്പോൾ 6 തവണ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ബയേൺ മ്യൂണിച്ച് ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ ഇന്റർ മിലാനെ നേരിടും. ആൻഫീൽഡിലെ ലിവർപൂളിനെ കരയിപ്പിച്ചെത്തിയ ലൂയിസ് എൻറിക്വയുടെ PSG-ക്ക് ഇംഗ്ലീഷ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയാണ് ക്വാർട്ടറിലെ എതിരാളികൾ. അറ്റ്ലാന്റയ്ക്കെതിരെ നിർണായക വിജയവുമായി ഇന്റർ മിലാൻ. ടോപ്പ് ഓഫ് ദി ടേബിൾ പോരാട്ടത്തിൽ ഇന്റർ മിലാൻ നിർണായക 2-0 വിജയം സ്വന്തമാക്കി. 54-ാം മിനിറ്റിൽ കാർലോസ് അഗസ്റ്റോയും 87-ാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസുമാണ് ഇന്ററിനായി ഗോൾ നേടിയത്. അർജന്റീന സ്ട്രൈക്കറുടെ 18-ാം ഗോളായിരുന്നു ഇത്. വെനീസയ്ക്കെതിരെ ഗോൾ രഹിത സമനിലയിൽ നെപ്പോളി പോയിന്റ് കൈവിട്ടതിനെ ഈ വിജയത്തോടെ സിമോൺ ഇൻസാഗിയുടെ ടീമിന് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് 3 പോയിന്റ് ലീഡുണ്ട്. 112.27 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.